വെച്ചപ്പോൾ യോർദാൻ എന്ത് ചെയ്തു? രണ്ടായിട്ട് വഴിമാറി. ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ, ഞങ്ങൾക്കറിയാം, യെരിഹോവിന് ചുറ്റും ആർപ്പുകൊണ്ട് പോയപ്പോൾ യെരിഹോവിന്റെ മതിലുകൾ വീണു. ഈ പെട്ടകത്തോട് അവർ എവിടെല്ലാം പോയിട്ടുണ്ടോ അവിടെല്ലാം അവർ ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. കണ്ടോ? സ്തോത്രം. അതാണ് നമ്മൾ 132 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ? 132 യഹോവേ, നീ നിന്റെ നിയമത്തിന്റെ പെട്ടകമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. അങ്ങനെ ഒരു വാക്യമുണ്ട്. യഹോവേ, നിന്റെ പെട്ടകമായി വിശ്രാമത്തിലേക്ക് വരയണമേ. അപ്പൊ പെട്ടകത്തിന്റെ മഹത്വം വലുതാണ്. ഇത് പുരോഹിതമാണ്, ചുമന്നതാണ്. ഒരിക്കലും നമുക്കറിയാം ശലോമോൻ രാജാവ്, ഞാൻ പറഞ്ഞ വാക്യം വായിച്ച വാക്യത്തിന്റെ ആഴത്തിലേക്ക് വരാം. അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശലോമോൻ ഒരിക്കൽ ഒരുത്തനെ മരണകരമായി കുറ്റം ചെയ്തു. അവനെ കൊല്ലാനായിട്ട് രാജാവ് വിളിച്ചു വരുത്തി. എന്നിട്ട് രാജാവ് പറഞ്ഞു അവനെ മരണത്തിന് വിധേയമാക്കി എന്ന് പറഞ്ഞാൽ കൊലക്കുറ്റത്തിന് അവനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവന് വധശിക്ഷ കൊടുത്തു. അവനെ കൊന്നുകളയാൻ പറഞ്ഞു. രാജാവ് ഇവനെ ശിക്ഷിക്കേണ്ടതിന് രാജാവ് കൊലക്കളത്തിൽ കൊണ്ടുവന്നിട്ട് അവന്റെ കഴുത്ത് വെട്ടി കളയാൻ പോവുകയാണ്. ഊരി പിടിച്ചു വാളുമായി ചേവകർ വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. ആരാച്ചാർ വന്ന് മുമ്പിൽ നിന്നു അവന്റെ കഴുത്ത് വെട്ടാൻ പോവുകയാണ്. കഴുത്ത് വെട്ടും മുമ്പ് അവനെ അർത്ഥനഗ്നനാക്കി നിർത്തണം, എന്നിട്ട് വേണം അവനെ കൊല്ലാൻ. അതിനുവേണ്ടി അവൻ ഇട്ടിരുന്ന ഉടുപ്പ് അഴിച്ചു മാറ്റിയപ്പോൾ സിംഹാസനത്തിൽ നിന്ന് രാജാവ് നോക്കുമ്പോൾ അവന്റെ തോളിൽ ഒരു തഴമ്പ്, തടിപ്പണികാർ തടി ചുമക്കുമ്പോൾ തോളിൽ ഒരു തഴമ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ തോളിൽ ഒരു തഴമ്പ്. അവനെ കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടാൻ പോവുകയാണ് ആരാച്ചാര്. ഉടനെ രാജാവ് എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പോൾ അവനെ വെട്ടരുത്, അവൻ മുമ്പിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഉടനെ രാജാവ് സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ മുൻപിൽ വന്നാൽ രാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ രാജാവ് ഭയത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അവനെ മുൻപിലേക്ക് വിളിച്ചു. അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. അവൻ മുൻപിലേക്ക് കയറി വന്നു. രാജാവ് ചോദിച്ചു, മകനെ, നിന്റെ ശിക്ഷ വധശിക്ഷയാണ്. നീ ചെയ്ത കുറ്റം വധശിക്ഷയ്ക്ക് യോഗ്യമാണ്. ഒരു ചോദ്യം ഞാനോട് ചോദിക്കുന്നു, മരണത്തിന് മുമ്പ് നിന്റെ തോളിലെ തഴമ്പെന്താണ്? അവൻ നിറകളോട് പറഞ്ഞു, യജമാനനെ, ഞാൻ ദൈവത്തിന്റെ പെട്ടകം ചുമന്ന പുരോഹിതനാണ്. രാജാവ് നിശ്ചലനായി പോയി, സ്തംഭിതനായി പോയി. രാജാവ് അവന്റെ വസ്ത്രം അണിയിപ്പി, അവന്റെ വധശിക്ഷയെ റദ്ദാക്കിയിരിക്കുന്നു. അവനെ വെറുതെ വിടാൻ പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ചുമന്ന പുരോഹിതനെ തലപ്പുളത്ത കാരണത്താൽ അവനെ വെറുതെ വിട്ടെങ്കിൽ സ്വത്രം സ്വത്രം പുരോഹിതന്മാരുടെ മഹത്വം വലുതാണ്. അത് പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ പതിച്ചപ്പോൾ സന്നിധക്കാരൻ ചോദിച്ചു, യോർദാനേ, നീ പിൻവാങ്ങുന്നത് എന്താണ്? അധികാരമുള്ളവന്റെ തോളിൽ അധികാരമുള്ള പെട്ടകം